മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് വായ്പയായി പണം അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. കേന്ദ്രത്തിൻ്റേത് മനുഷ്യത്വരഹിതവും ക്രൂരവുമായ നടപടിയാണെന്നാണ് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും നിലപാട്. ആവശ്യമെങ്കിൽ സർക്കാരുമായി ചേർന്ന് സമരത്തിന് തയ്യാറാണെന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ തുക ഗ്രാന്റിന് തുല്യമാണെന്നാണ് BJP പറഞ്ഞത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി 529 കോടി രൂപ 50 വർഷത്തെ വായ്പയായി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. കേരളം ഗ്രാന്റായി ചോദിച്ച സഹായത്തിന് പകരം വായ്പ അനുവദിച്ച നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കേന്ദ്രത്തിന്റേത് ക്രൂരമായ മനോഭാവമാണെന്നായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. കേരളം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളതുകൊണ്ട് കേരളത്തിനോട് എന്തുമാകാം എന്ന നിലപാട് എടുക്കുന്നത് ശരിയായ കാര്യമല്ല. ഇങ്ങനെ ലഭ്യമാകുന്ന ലോൺ ഇനി കേരളത്തിന്റെ ബോറോയിങ് കപ്പാസിറ്റിയിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യം കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ചിലപ്പോൾ അങ്ങനെയും ഒരു ക്രൂരമായ ബലിതം കേരളത്തിനോടങ്ങ് നടത്തിക്കളയാം എന്ന് ആളുകൾ തീരുമാനിച്ചാൽ എന്തു ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. വയനാടിന് യഥാർത്ഥത്തിൽ അർഹമായത് നൽകാതിരിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് മന്ത്രി പി രാജീവ്. ഇപ്പോൾ നൽകിയിട്ടുള്ളത് വായ്പ എന്ന രൂപത്തിലാണ്. അതും ഇത്ര ദിവസത്തിന് ചെലവഴിക്കണമെന്നുള്ള അസാധാരണ വ്യവസ്ഥയോടുകൂടിയാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ കടപരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വായ്പ എന്ന രൂപത്തിൽ നൽകുന്നതല്ല ഇത്തരം ദുരന്ത സന്ദർഭങ്ങളിൽ യൂണിയൻ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. അത്തരം കാര്യങ്ങളിൽ ഇന്നലെ തന്നെ ധനകാര്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ കുറെ കൂടി ശരിയായിട്ടുള്ള സമീപനം യൂണിയൻ ഗവൺമെന്റിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മന്ത്രി AK ശശീന്ദ്രന്റെ വിമർശനം ഇങ്ങനെ: ഇത്രയും ക്രൂരമായ ഒരു വിനോദം ഒരു സർക്കാരും സംസ്ഥാന ഗവൺമെന്റുകളോട് കാണിക്കാൻ പാടില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പണം നൽകിയെന്ന് പറയുകയും ഉപാധികൾ വെച്ച് അത് ചെലവഴിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് ഇരട്ടത്താപ്പാണ്. കേന്ദ്രത്തിന്റേത് മാന്യതയില്ലാത്ത പെരുമാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. അപ്പോൾ സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കൊടുക്കുന്നത്. ആ പ്രത്യേക സാമ്പത്തിക പാക്കേജ് നമ്മൾ 2000 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് 100, 200, 500 കോടി കുറച്ചോ. പക്ഷേ അതൊന്നും തരാതെ 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വായ്പ എടുക്കാനായിരുന്നെങ്കിൽ കേരളത്തിന് ഇവിടെ നിന്ന് ആകാമായിരുന്നല്ലോ എന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ചോദിച്ചു. കേന്ദ്ര നടപടിക്കെതിരെ ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരുമായി യോജിച്ച സമരത്തിന് തയ്യാറാണെന്നും K സുധാകരൻ വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര നടപടിയെ ന്യായീകരിക്കുകയാണ് BJP. സർക്കാർ രാഷ്ട്രീയം കളിക്കാതെ വയനാടിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഇവിടെ 550 കോടി രൂപ ഫലപ്രദമായി ചെലവഴിക്കാനുള്ള സത്വര നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. രാഷ്ട്രീയ പ്രചരണം നടത്തുകയല്ല. ഇപ്പൊ കിട്ടിയ സൗകര്യങ്ങളും സഹായങ്ങളും വെച്ച് അടിയന്തരമായിട്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തണം. അതിനിടെ കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക ചെലവഴിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു. ധന, റവന്യൂ, പൊതുമരാമത്ത്, തദ്ദേശ വകുപ്പ് സെക്രട്ടറിമാരും KSEB ജല അതോറിറ്റി മേധാവികളും ചർച്ചയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.